സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ അപകോളനീകരണം അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ എന്ന നിലയിൽ ഗൗരവമായി സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മളെ ഭരണാധികാരികൾ തീരെ പരിഗണിക്കാത്ത ഒരു വിഷയമാണെന്നും ഇന്നേ വരെ ഡീകോളനൈസേഷന് ഒരു വകുപ്പ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന വളരെ ഗുരുതരമായ ഒരാരോപണം ഇന്ന് വരെ ഭരിച്ചിരുന്ന എല്ലാ ഭരണാധികാരികളുടെയും മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് പ്രധാനമായിട്ടും അതിന് ഉത്തരവാദിയായത് കോൺഗ്രസ്സാണ്. പിന്നെ ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചെറിയ ഒരു അളവിൽ ഭരണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരാരും തന്നെ, അതിനിടയിൽ മറ്റ് പ്രാദേശിക പാർട്ടികളും ഒക്കെ ഉണ്ട്, അതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി. അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെയോ താല്പര്യം ഉണ്ടായിരുന്ന ഇതാണ് ഇതുവരെ ഭരണം നടത്തിയത്. അവർക്ക് പുറമെ പിന്നെ ഇപ്പോൾ ഭരണം നടത്തുന്നത് BJP ആണെന്ന് പറയാം. ഇവരൊക്കെ തന്നെ എന്തായാലും BJP നമ്മളതിൽ പേരെടുത്ത് പറയാതിരുന്നത്, BJPക്ക് അങ്ങനെ ഈ ജനാധിപത്യം എന്നത് പൂർണ്ണമായിട്ടും ചരിത്രപരമായ കാരണങ്ങളാൽ തന്നെ അവർക്ക് ദഹിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന ഒരു തോന്നലുള്ളത് കൊണ്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കാരണങ്ങളുമുണ്ട്. കാരണം ഈ ജനാധിപത്യം എന്ന വാക്ക് പറഞ്ഞ് വെള്ളക്കാരൻ്റെ പറഞ്ഞു തന്ന ജനാധിപത്യത്തിലൂടെ അവരുടെ ആധിപത്യം ഇവിടെ വന്ന ഉടനെ അന്നു മുതൽ തുടങ്ങിയ മത പരിവർത്തനം പൂർണ്ണമായിട്ടും അതേപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായി ശക്തിയോടെ നടപ്പിലാക്കാൻ പറ്റിയ രീതിയിലുള്ള എല്ലാ വകുപ്പുകളും നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ വരുത്തി വച്ചിട്ടാണ് അവർ പോയത്. അതുവഴി ഇവിടെയുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ജനതയുടെ അതിനെതിരെയുള്ള ഒരു റിയാക്ഷൻ എന്നോ പ്രതികരണം എന്നോ നമുക്ക് പറയാവുന്നതാണ് ഇവിടെയുള്ള ഈ ഹിന്ദുത്വ പാർട്ടികളുടെ മുന്നേറ്റം. യഥാർത്ഥത്തിൽ ഇതിന് കാരണമായത് മതപരിവർത്തനം നടത്താൻ മതമേ ഇല്ലാത്ത ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരിക്കലും ഹിന്ദുയിസം എന്ന് പറഞ്ഞത് തന്നെ ഇല്ല, ഇപ്പം അടുത്ത കാലത്തുണ്ടായതാണ്. ഹിന്ദുയിസം എന്നത് നമ്മളെ നാടിൻ്റെ മതമല്ല. അത് ഒരു ബ്രാഹ്മണിസം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മളെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഹിന്ദുയിസമാണ് അത് എന്ന് വരുത്തി തീർത്ത് അവിടെയുള്ള അതിനൊക്കെ ഒരു ഹിന്ദു എന്ന പേരിട്ട് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഈ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് തട്ടിയെടുക്കുന്ന പോലെ തട്ടിയെടുക്കാനുള്ള എല്ലാ ആയുധങ്ങളുമായിട്ട് എക്യുപ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളുമായിട്ട് എക്യുപ്പായിട്ടുള്ള മതങ്ങളാണ് യഥാർത്ഥത്തിൽ സെമറ്റിക് റിലീജിയൻസ് മുഴുവൻ. ഈ ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, അവരുടെ മുന്നിലേക്ക് അങ്ങനെ യാതൊരു രീതിയിലുള്ള ഉപകരണങ്ങളോ ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും
ഇങ്ങോട്ട് മതപരിവർത്തനം വരുത്തിയിട്ട് ഇങ്ങോട്ട് ചേർക്കുക എന്നുള്ള സ്വഭാവം ഇല്ലാത്ത ഹിന്ദുയിസം അല്ലെങ്കിൽ ഇവിടെയുള്ള ഇൻഡിജീനിയസ് മതങ്ങളുടെ ഈ മതങ്ങളിൽ ഒന്നിച്ച് ഒരേപോലെ സമാനമാണ് എന്ന സമത്വം നമ്മളെ ഭരണഘടനയിലൂടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ BJP എന്ന അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയ മുന്നണിക്ക് വിത്ത് വിതച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുമ്പതില്ല എന്നല്ല പറഞ്ഞത്. അതിന് മുമ്പുണ്ടായത് തന്നെ യഥാർത്ഥത്തിൽ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ നീചമായ കുൽസിതമായ ബുദ്ധിയിൽ നിന്ന് എങ്ങനെ ഇന്ത്യക്കാരിൽ ഡിവൈഡ് ചെയ്യാം, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എങ്ങനെ രണ്ട് പ്രബല വിഭാഗങ്ങളായിട്ടുള്ള അവരെ എങ്ങനെ വിഭജിക്കാം എന്നതിനുള്ള കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുമ്പുണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ വെള്ളക്കാരൻ പോയതിന് ശേഷവും അത് ആ ഭീകരത, അതായത് മതപരിവർത്തനം എന്ന ഭീകരത, അത് കൃത്യമായിട്ട് ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ട എല്ലാ കരുക്കളും നീക്കിയിട്ടാണ് നമ്മളെ ഭരണഘടന തന്നെ തയ്യാറാക്കിയത്. അതിൽ നിങ്ങൾ നോക്കുക, നമ്മളെ ഭരണഘടന നിങ്ങൾ നോക്കൂ, അതിൽ മൗലികാവകാശങ്ങൾ എടുത്തു നോക്കിയാൽ മൗലികാവകാശങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും, സാധാരണ ബുദ്ധി വെച്ചിട്ട് പരിശോധിച്ച് നോക്കും. അതിൽ ശരിക്കും ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശുദ്ധവായുവിന് ഒരവകാശമില്ല, ശുദ്ധജലത്തിനില്ല, ഭക്ഷണത്തിനില്ല, ഒരു കുടിലിന് പോലും അല്ലെങ്കിൽ കിടന്നുറങ്ങാനുള്ള ഒരു വിശ്രമ സ്ഥലത്തിനില്ല, വിദ്യാഭ്യാസത്തിനില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു ഭരണഘടനയാണ് നമുക്ക്. എന്നാൽ നിങ്ങൾ നോക്കുക, ഭരണഘടനയിൽ കൃത്യമായ വെള്ളക്കാരനാവശ്യമായ എല്ലാം അതിൽ ഉറപ്പിച്ചിട്ടാണ് പോയത്. അഭിപ്രായ സ്വാതന്ത്ര്യം, പിന്നെ സ്വത്തവകാശം, അതിന് അതിരുകളില്ലാത്ത സ്വത്തവകാശം. 3 മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം മാത്രം പോരാ, മതപരിവർത്തന സ്വാതന്ത്ര്യം. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ പേര് മതപ്രചാരണ സ്വാതന്ത്ര്യം. എന്തിനാണ് ഈ പ്രചാരണം? അതോടുകൂടിയാണ് നിങ്ങൾ ആർട്ടിക്കിൾ 25, 26, 27, 28 നോക്കിക്കോളൂ. ഇതൊക്കെ മതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മതസ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം എന്നല്ല, മതപ്രചാരണ സ്വാതന്ത്ര്യം. പിന്നെയോ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ മതസ്ഥാപനങ്ങളിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് നികുതി ഇളവിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെയുള്ളതെല്ലാം യഥാർത്ഥത്തിൽ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എന്തായാലും ഈ സാധാരണ ഇന്ത്യക്കാർക്കല്ല, യഥാർത്ഥത്തിൽ വെള്ളക്കാരനും അവരുടെ മതത്തിനും അവർ ഈ പ്രചരിപ്പിച്ച ഇവിടെ നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനായിട്ട് വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനമാണ്, രോഗചികിത്സയാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ഏജൻറ്റുമാരായിട്ട് വന്ന ക്രിസ്ത്യൻ സഭകളാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടായത്. ഇന്ന് നോക്കിക്കോളൂ, നിങ്ങൾ ഏതൊരു വലിയ സ്ഥലത്തും ഏതൊരു പട്ടണത്തിലും കണ്ണായ സ്ഥലത്ത് ഉള്ള ഭൂമി ആരുടെ കയ്യിലാണ്? തലയുയർത്തി നിൽക്കുന്ന അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ചർച്ചുകളും നിങ്ങൾ നോക്കുക. 4 ആളില്ലാത്ത സ്ഥലത്തും കൂടിയും ചർച്ച അവിടെ ഉണ്ടാവും.
ഞാനിത് പറഞ്ഞത് ഒരു വർഗീയമായിട്ടല്ല. നമുക്ക് ഒരു മതത്തിനോടും പ്രത്യേകത ഇല്ല. യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ്റെ താല്പര്യം, അതായത് നമ്മളെ ഇന്ത്യയുടെ അതിശക്തമായ കഴിവുകൾ ഒന്നിച്ചു വന്നാൽ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ രാജ്യമാവും ഇന്ത്യ എന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടി, നമ്മളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളക്കാരൻ കൊണ്ടുവന്ന ആ ഒരു വസ്തുത ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വാതന്ത്ര്യം എന്നത് എന്താണെന്നോ അതെന്തിനാണെന്നോ കോളനി യജമാന്മാർ ഇവിടെ നടപ്പാക്കിയ കോളനിസം, അല്ലെങ്കിൽ നമ്മളെ പ്രജയാക്കിയിരുന്ന അത് തമ്മിൽ വല്ല വ്യത്യാസം, അതും യഥാർത്ഥ സ്വതന്ത്ര രാജ്യത്തെ പൗരൻ എന്ന് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ നമ്മളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിരുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഈ വെള്ളക്കാരൻ്റെ പ്രജാവിദ്യാഭ്യാസം വഴി പ്രജകളാകൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, പ്രജകളാകൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ന മനോഭാവത്തിലെത്തിയിരുന്നു എന്നതിന് തെളിവാണ് സമൂഹത്തിൽ അപകോളനീകരണം നടത്തണം, ഒരു ജനാധിപത്യ രാജ്യത്തിനും ഒരു കോളനിയിലകത്തുള്ള പ്രജയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന മനോഭാവം, എന്ന ബോധം പോലും ഇല്ലാത്ത, അങ്ങനെ അവരുടെ മനസ്സിലെങ്കിലും ഒരു റിമോട്ടായിട്ട് വിദൂരമായ ഒരു ആശയം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതിന് ഒരു തെളിവാണ് ഈ 70 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അപകോളനീകരണം എന്നത്, അല്ലെങ്കിൽ കോളനി വ്യവസ്ഥ അല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് വേണ്ടത് എന്നത് നമ്മളെ ഭരണ നേതൃത്വത്തിന് ഇന്നും തോന്നിയിട്ടില്ല എന്നും, അതിന് കുറ്റവാളികൾ ആയത് ഇന്നേ വരെ ഭരണത്തിലിരുന്നവരാണെന്നും, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും, അവരാണല്ലോ ഏറ്റവും പുരോഗതി ഉണ്ട് എന്ന് പറയുന്നത്, ആ പാർട്ടികൾക്കും അവരുടേതായ പങ്ക് ഉണ്ട് എന്നും നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നോക്കുക, ഇതേപോലെ നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ നോക്കുക, പ്രത്യേകിച്ച് ചൈന തന്നെ എടുത്തു നോക്കൂ. ചൈനയിൽ അവരെ വിദ്യാഭ്യാസം അടിമുടി മാറ്റി, പ്രജാവിദ്യാഭ്യാസം പ്രജയല്ലാത്ത ഒരവസ്ഥയിൽ അവരുടെ വിദ്യാഭ്യാസം മാറ്റിമറിച്ചു. അതാണ് സാംസ്കാരിക വിപ്ലവം കൊണ്ടുണ്ടായത്. മാത്രമല്ല, ഓരോ കുഞ്ഞും അനർഘ സമ്പത്താണെന്നും, അത് നമ്മളെ സമൂഹത്തിൽ, നമ്മളെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ വിജ്ഞാനം തന്നെ എങ്ങനെ സ്വയം കണ്ടെത്താമെന്നും സ്വയം നിർമ്മിച്ചെടുക്കാമെന്നും പഠിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതുവഴി എന്തായി? അവിടെ കണക്കൊക്കെ യഥാർത്ഥത്തിൽ ഡിസ്കവറി മെത്തേഡ് എന്നാണ് അവർ പറയണത്. കണക്ക് സ്വയം പഠിപ്പിക്കുന്ന പരിപാടിയില്ല, സ്വയം പഠിക്കാനുള്ള, സ്വയം കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. അതോടുകൂടി ഉണ്ടായ ഗുണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ പഠനകാലം കഴിഞ്ഞു, വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാൽ പോലും ഈ
സ്വയം പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്താനും അതിനുവേണ്ടി അധ്വാനിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള മനോഭാവം അവരിൽ നിലനിർത്താനായി. അതുവഴി അവരുടെ ജീവിതത്തിൽ സാധാരണ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനും പുതിയ പുതിയ കണ്ടെത്തലുകൾക്കും അവർക്ക് സാധിച്ചു. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് 70 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കെങ്കിലും അല്ലെങ്കിൽ 40 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കെങ്കിലും അവിടെ ഉണ്ടായത് എന്നാണ്. ആദ്യമായത് 60-65 വരെ അവർ സാധാരണ നിലക്ക് പോയി. അതിനുശേഷം സാംസ്കാരിക വിപ്ലവം ഒരു 10 കൊല്ലത്തോളം. അത് കഴിഞ്ഞു മാത്രമല്ല, പിന്നീട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അവർ. അതായത് ഒരു പരിധി അവർ നേരിട്ട് അറിഞ്ഞോ അറിയാതെയാണെന്ന് അറിയില്ല, എന്തായാലും ഡീകോളനൈസ്ഡ് കാലഘട്ടത്തിൽ അവർ വിദ്യാഭ്യാസം രണ്ടാമത് സംഘടിപ്പിച്ചു. ഇത് ആണ് അവരുടെ അതുവഴി അവർക്ക് എങ്ങനെ മനുഷ്യനുള്ള ഈ തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമ്മളെ പ്രശ്നങ്ങളെ, നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതെങ്ങനെ മറികടക്കാം, അതിനെങ്ങനെ നമുക്ക് നിർദ്ധാരണം ചെയ്യാം എന്ന പരിശീലനമാണ് യഥാർത്ഥത്തിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മളോ അതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, ഇപ്പോൾ എന്തായാലും ഒരു 2 നൂറ്റാണ്ടെങ്കിലും ആയി ഉണ്ടാവും പാശ്ചാത്യരാണ് ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്തും കവർന്നെടുത്ത് അതിൻ്റെ മുകളിലിരുന്നിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ആധിപത്യം പുലർത്തിയിരുന്നത്. അത് എത്ര വേഗമാണ് ചൈന തിരിച്ചു പിടിച്ചത് നോക്കുക നിങ്ങൾ. വെറും 10-50 കൊല്ലം കൊണ്ട് ചൈന ഇന്ന് ലോകത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും ഉന്നത പദവിയിലെത്തിയിരിക്കുന്നു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. അമേരിക്കൻ സാമ്പത്തിക സഹായമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും, ഓസ്ട്രേലിയയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കണ്ടെത്തിയ ഏറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ 64 ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക രംഗത്ത് 4 ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ചൈന മുന്നിലെത്തിയിരിക്കുന്നു എന്നാണ് അവരുടെ റിപ്പോർട്ട്. അതിലൊന്നായിരുന്നു ഇപ്പോൾ ഈ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിലിപ്പോൾ ഈ ഡീപ്സിക്ക് വന്നതോടുകൂടി അതിലും ചൈന അമേരിക്കയെ പുറന്തള്ളി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരാനുണ്ടായ കാരണം, അല്ലെങ്കിൽ അതിന് ശക്തി കൊടുത്തുള്ള കാരണം, അത് എൻ്റെ അഭിപ്രായത്തിൽ ചൈനയുടെ വലിയ മാസ്മരിക വിദ്യയൊന്നുമല്ല, അത് ചൈനയിലെ കുട്ടികളാണ്. ഈ കുട്ടികളെ ചെറുപ്പം മുതലേ എങ്ങനെ പ്രശ്നങ്ങളെ നമുക്ക് നിർദ്ധാരണം ചെയ്യാം, പ്രശ്നങ്ങളെ നമുക്ക് നിർദ്ധാരണം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്താം എന്നുള്ളതാണ് കണക്ക് പഠിപ്പിക്കുന്നതിലൂടെ, കണക്ക് സ്വയം പഠിക്കാനുള്ള സൗകര്യങ്ങൾ വരുത്തുന്നതോടെ അവർ ആ സ്കില്ലാണ് ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മളെപ്പോലെ കാണാതെ പഠിപ്പിക്കുകയല്ല, കുറേ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അത് ഛർദ്ദിച്ച് കോപ്പി അടിച്ചിട്ട്, കോപ്പി അടിക്കുന്ന പറഞ്ഞാൽ മനസ്സിൽ വെച്ചിട്ട് കോപ്പി അടിക്കാം എന്നുള്ള രീതിയല്ല
ചൈനക്കാർ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത്. അതേപോലെ അത് വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസം എപ്പോഴും അടുത്ത തലമുറയെ നമ്മൾ പാകപ്പെടുത്തുന്ന, പരുവപ്പെടുത്തുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വരണം. ഡീകോളനൈസേഷൻ നമ്മളെ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരേണ്ട ഒന്നാണ് ജുഡീഷ്യറി. നിങ്ങളെ ജഡ്ജി ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് യാതൊരു ധാരണയില്ലാത്ത രീതിയിൽ ആണ് ഇന്ന്. കാരണം സാധാരണ ഒരു ഇന്ത്യക്കാരന് ഇംഗ്ലീഷ് അറിഞ്ഞോളന്നില്ല. എന്താണ് നമ്മളെ വക്കീൽ പറയുന്നത് എന്ന് അറിയണ്ടാവില്ല, മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്തിന് ജഡ്ജ് എന്താണ് മനസ്സിലായത് എന്ന് അറിയാനുള്ള കഴിവുണ്ടാവില്ല. അത് ശരിയല്ല, എൻ്റെ സംഭവം ഇതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിനൊക്കെ എന്ത് വേണം? അയാൾക്കറിയുന്ന ഭാഷയിൽ, മാതൃഭാഷയിലാവണം. ഇങ്ങനെ ഡീകോളനൈസേഷൻ എന്നത് യഥാർത്ഥത്തിൽ എല്ലാ മേഖലകളും, ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിൽ, ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ, ആ ജനാധിപത്യ രാജ്യത്ത് ഒരു കോളനിയിൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ, കോളനി രാജ്യം സ്വതന്ത്രമായാൽ നടക്കേണ്ട ഏറ്റവും അനിവാര്യമായ പ്രക്രിയയാണ് ഡീകോളനൈസേഷൻ, അല്ലെങ്കിൽ അപകോളനീകരണം. അത് നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഭരണാധികാരികളോ ഭരണവർഗമോ രാഷ്ട്രീയ പാർട്ടികളോ പോലും ഇന്നേ വരെ സ്വപ്നത്തിൽ പോലും അങ്ങനൊരു ചിന്ത അവർക്കുണ്ടായിട്ടില്ല. ഒരു റിമോട്ടായിട്ടുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ശാപമാണ്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള, ബാക്കിയുള്ള എല്ലാം ഇന്ത്യയിലുണ്ട്. മനുഷ്യവിഭവമുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്, സൂര്യപ്രകാശമുണ്ട്, നദികളുണ്ട്, മഴയുണ്ട്, വെള്ളമുണ്ട്. ഇങ്ങനെ സ്വർഗീയമായി ജീവിക്കാനും ജീവിതം വികസിപ്പിക്കാനും സാമൂഹ്യ തലത്തിലും സാംസ്കാരിക തലത്തിലും സാമ്പത്തിക തലത്തിലും മുന്നേറാനും പറ്റിയ എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ നമുക്ക് അതിനുള്ള മനസ്സില്ല. മനസ്സ് ഇന്നും പ്രജയായിട്ടിരിക്കാനുള്ള പ്രജാവിദ്യാഭ്യാസം ആണ് ഇപ്പോഴും ഇവിടെ വളരെ വലിയ അന്തസ്സോടുകൂടി പറയുന്നതിനർത്ഥം. അന്തസ്സോടുകൂടി, അതാണ് വിദ്യാഭ്യാസം ഞങ്ങളിവിടെ കൊടുക്കുന്നു എന്ന് പറയാനുള്ള അന്ധമായ പ്രജാബോധം മാത്രമേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉള്ളൂ എന്ന ഒരു ദുഃഖ സത്യം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഇതിൽ മാത്രമല്ല, നമ്മളെ ഭരണത്തിലും ഒക്കെ ഏറ്റവും ആദ്യം അപകോളനീകരണം നടത്തുകയാണെങ്കിൽ, ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ സ്വതന്ത്ര രാജ്യത്ത് ഏതൊരു പൗരനും അവരുടെ മാതൃഭാഷയിൽ അവൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അവൻ്റെ മാതൃഭാഷയിൽ അവൻ പറയുന്നത് മനസ്സിലാക്കാനും അതിന് പ്രതികരിക്കാനും നമ്മളെ ഭരണകർത്താക്കൾക്കും ജഡ്ജിമാർക്കും വിദ്യാഭ്യാസ വിദഗ്ധർക്കും അധ്യാപകർക്കും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്നത് ഫലപ്രദമായി അയാൾക്ക് മാനസികമായി കിട്ടുന്നുള്ളൂ എന്ന് നാം മറക്കരുത്.
എന്തായാലും ഈ കാര്യത്തെക്കുറിച്ചിട്ട് ഈ യഥാർത്ഥത്തിൽ ഒരു അപകോളനീകരണം നടക്കുമ്പോഴാണ് തനതായ ഒരു വികാസം ആ വികാസം എന്നത് സാമൂഹ്യമായൊരു വികാസമാണ്. ആ സാമൂഹ്യമായ വികാസം എന്നത് അതിസങ്കീർണമായ അനേകം ഘടകങ്ങളുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അങ്ങനെ സങ്കീർണതകൾ വളരെ കുറഞ്ഞ ഗണിതം പോലുള്ളതെങ്കിലും ആ രീതിയിൽ പഠിപ്പിക്കാൻ. ഗണിതം എന്നത് നമ്മളെ മനുഷ്യൻ്റെ ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ അടിത്തറയാണ്. അത് ഏറ്റവും സിമ്പിളാണ്. നേരെ മറിച്ച് സമൂഹവും ചരിത്രമായിക്കോട്ടെ, സംസ്കാരമായിക്കോട്ടെ, മറ്റ് സാമൂഹ്യ ബന്ധങ്ങളായിക്കോട്ടെ, അതൊക്കെ അതിസങ്കീർണമായതാണ്. അതിലേക്ക് കടക്കാനും അതിലുള്ള പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനും ഉള്ള പരിശീലനമായിട്ടാണ് നമ്മൾ ഗണിത വിദ്യാഭ്യാസത്തെ, ഗണിത ബോധനത്തെ, ഗണിത പഠനത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിന് ഒരു അപകോളനീകരണം, ഡീകോളനൈസേഷൻ, അതായത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും നിർദ്ധാരണ ശേഷി അല്ലെങ്കിൽ ഗണിതം പഠിക്കാനുള്ള കഴിവുകൾ അത് കൂട്ടുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട്. അങ്ങനെയാണെങ്കിലോ അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ ഭാവി ജീവിതത്തിൽ അല്ലെങ്കിൽ യുവാവായി പൗരനാവുന്ന ആ സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ ഉള്ള കഴിവുകൾ, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഗണിതം എന്നത് ഏറ്റവും എളുപ്പമുള്ളതും അതായത് സാമൂഹ്യ വിഷയങ്ങളെക്കാൾ വളരെ സിമ്പിളും അല്ലെങ്കിൽ ലഘുവും ഋതുവും നേരിട്ട് ബന്ധപ്പെടുത്താവുന്നതുമാണ്. അതായത് അതിൻ്റെ വേരിയബിൾസൊക്കെ നമുക്ക് തൊട്ട് കാണിക്കാവുന്നതാണ്. നേരെ മറിച്ച് അതേപോലെയല്ല ഒരു ചരിത്രമായിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, മറ്റ് സാമൂഹ്യ വിഷയങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സാമൂഹ്യ വിഷയങ്ങളൊക്കെ തന്നെ ഗണിതത്തെക്കാളും പ്രാധാന്യം ഉണ്ടാവേണ്ടതാണ്. അതിന് ഗണിതമാണ് ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗണിതത്തിന് പ്രാധാന്യം കൊടുത്ത് ഗണിതം മനസ്സിലായെങ്കിൽ മാത്രമേ മറ്റ് വിഷയങ്ങളിലെ പ്രാധാന്യവും അതിലുള്ള സങ്കീർണമായ ആശയങ്ങളെയും പ്രശ്നങ്ങളെയും നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവും കുഞ്ഞിന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല ഒരു ക്രൂസിബിളാണ് ഗണിതശാസ്ത്ര ക്ലാസ്സുകൾ. അവിടെ കാണാതെ പഠിപ്പിക്കലല്ല കേട്ടോ, കാണാതെ പഠിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമല്ല. അറിയാത്ത കാര്യങ്ങളെ സ്വയം കണ്ടെത്താനുള്ള കഴിവ്, ആ ശേഷി, ആ വൈഭവം വളർത്തുക എന്നത് മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഇത് ഗണിതത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓർക്കുക, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഇന്ത്യ, അല്ലെങ്കിൽ ചൈനയെപ്പോലെ തന്നെ സമ്പന്നമായിരുന്നു. ആ ഇന്ത്യ തിരിച്ചാവാൻ ഒരു പ്രയാസമില്ല. നിങ്ങളെ മനസ്സ് മാറിയാൽ മതി. നമ്മളെ ഇനി വരുന്ന തലമുറകൾക്ക് ആ തലച്ചോറ് ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചാൽ മാത്രം മതി. അതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ മറ്റെല്ലാ മേഖലകളിലും ഡീകോളനൈസേഷൻ, അപകോളനീകരണം വരേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിൽ അതുണ്ടായില്ല. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ
പ്രത്യേകിച്ചും നേരിട്ടുള്ള പാശ്ചാത്യ കൊളോണിയലിസത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ത്യയുടെ മാതൃക മറ്റ് രാജ്യങ്ങൾക്കും പകർത്താനും മാതൃകയാക്കാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് ഇന്ത്യ നന്നാവാത്തതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളും നന്നായില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസം അപകോളനീകരിച്ചില്ല, കോളനൈസ് ചെയ്തില്ല, പ്രജാവിദ്യാഭ്യാസം തുടരുക മാത്രമാണ് ചെയ്തത്. ഇത് മറ്റ് രാജ്യങ്ങളിലും ഒരു മാതൃകയായതുകൊണ്ട് തന്നെ, കാരണം ഇന്ത്യ അത്രയും വലിയ രാജ്യമാണല്ലോ, അവിടെയും ഈ ലോകത്തിൻ്റെ തന്നെ യഥാർത്ഥ വികസനത്തിന് പുരോഗതിക്ക്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ലോകത്ത് ഇത്രയും ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റം ഉണ്ടായിട്ടും എന്തിനാണ് ഇവിടെ പട്ടിണിയും പരുവങ്ങളും ഒരാളെ ചൂഷണം ചെയ്യേണ്ടത്? ഇതൊക്കെ തന്നെ ഉണ്ടാവാനുണ്ടായ കാരണം നമ്മളെ വിദ്യാഭ്യാസം വളരെ മോശമായതുകൊണ്ടാണ്. ഒരു പ്രയാസം വിചാരിക്കണ്ട, വേണ്ടത്ര സൂര്യപ്രകാശമുണ്ട്. പ്രത്യേകിച്ചും ഈ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആ സൂര്യപ്രകാശത്തിൻ്റെ ഒരു വളരെ കുറഞ്ഞൊരംശം മാത്രമേ നമ്മൾ പച്ചിലകളെ കൊണ്ട് ഇവിടെ സ്വരൂപിച്ചെടുക്കേണ്ടതുള്ളൂ. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ഡിസൈൻ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ യഥാർത്ഥത്തിൽ. ഈ പെട്രോളും യുറേനിയം അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും ഒക്കെ ഒന്നായിട്ട് കുഴിച്ചെടുത്ത് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഒരു ചൂഷണ പർവ്വത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെ മറ്റുള്ളവരിതൊക്കെ കവർന്നെടുക്കാം, എങ്ങനെ നമ്മളെ സ്വന്തമാക്കാം എന്ന പാശ്ചാത്യ യുക്തി അല്ലെങ്കിൽ സെമറ്റിക് യുക്തി, അതിന് ഭയങ്കര ഒരു ഹെഗമണി, ആധിപത്യം ഉണ്ടായതിൻ്റെ ഭാഗമാണിത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് എൻ്റെ അഭിപ്രായത്തിൽ ചൈന ഒരു മാതൃക കാണിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് ആ നാട്ടിലെ വിദ്യാഭ്യാസമെങ്കിലും, അപകോളനീകരണത്തിൽ വിദ്യാഭ്യാസവും ഭരണവും ഒക്കെ തന്നെ 100% അവരുടെ ഭാഷയിൽ, ചൈനീസ് ഭാഷയിലായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് 1ാം LKG മുതൽ ഗവേഷണ തലം വരെ വിദ്യാഭ്യാസം അവരുടെ ഭാഷ. എന്ന് നമ്മളും അങ്ങനെ ആവുന്നോ അന്നേ നമുക്ക് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ ഭൗമഗോളത്തിൻ്റെ മാനവ ചരിത്രത്തിൽ നമ്മുടേതായ പങ്ക് രണ്ടാമതും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയൂ എന്ന സത്യം ഇത് കേൾക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കിയാൽ നല്ലത്. ഇതിൽ വല്ല സംശയമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ മാറാമെന്നും, എൻ്റെ ഇത്രയും കാലത്തെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശരിയാണെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.